തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം തകർത്തു. സെന്റ് മേരീസ് ഫാർമസി കോളേജ് കവാടത്തിന് സമീപമുള്ള ഗ്രോട്ടോയിലെ പരിശുദ്ധ മാതാവിന്റെ രൂപമാണ് അജ്ഞാതരായ ആക്രമി സംഘം തകർത്തത്. മാർച്ച് 13 വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വിശ്വാസി സമൂഹത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. ഹൈദരാബാദ് അതിരൂപതയ്ക്ക് കീഴിലുള്ളതാണ് ഈ സ്ഥാപനം. ആക്രമണം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതാണെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സ്കൂട്ടറിലെത്തിയ മുഖംമൂടി ധരിച്ച 2 യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ആദ്യം കല്ലുപയോഗിച്ച് രൂപമിരുന്ന ചില്ലുകൂട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് വലിയൊരു കല്ലുമായി മടങ്ങിയെത്തിയവർ ചില്ല് തകർത്ത് മാതാവിന്റെ രൂപം പുറത്തെടുത്ത് തറയിലിട്ട് അടിച്ചു തകർക്കുകയായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ തങ്ങളെത്തിയ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് അക്രമികൾ മറച്ചിരുന്നു. സംഭവത്തിൽ ഹൈദരാബാദ് കാത്തലിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതൊരു യാദൃശികമായ ആക്രമണമല്ല എന്നും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആത്മീയ വികാരങ്ങളെ ബോധപൂർവം വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും സഭാ നേതൃത്വം പറഞ്ഞു. ഇത്തരം വിദ്വേഷ സംഭവങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് സാന്ദ്ര വാൽറ്റീന പറഞ്ഞു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോളേജിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് ഉറപ്പു നൽകി. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ദേവാലയങ്ങൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു.